കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ദുർമരണത്തിനെതിരെയായിരിക്കും ജനങ്ങൾ ഇന്ന് അവരുടെ സമ്മതിദാനാവകാശം നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസനാധിഷ്ഠിതമായ ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് അത് ഇന്ത്യയിലുടനീളം നടത്തി അത് കേവലം 70 വർഷങ്ങൾ കൊണ്ട് കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ ചെയ്യാൻ പറ്റാത്തത് കേവലം 12 വർഷങ്ങൾ കൊണ്ട് മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചെയ്തു തീർത്തതിനുള്ള ഒരു ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അംഗീകാരമായിരിക്കും കല്യാശ്ശേരിയുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിലെ ഫലം ഒരു ജനതയുടെ ഒരു ആത്മാവിഷ്കാരമായിരിക്കും. അത് മിക്കവാറും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിരിക്കും. NDA മികച്ച ഒരു ഭൂരിപക്ഷത്തോടെ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നും ഞാൻ തിരച്ചു നോക്കുമെന്നാണ് പ്രതീക്ഷ. വോട്ടർമാരുടെ പ്രതികരണം പഴയ പറഞ്ഞതുപോലെ തന്നെയാണ്, വളരെ പോസിറ്റീവാണ്. അത് വോട്ടായി മാറിയാൽ വലിയ ഭൂരിപക്ഷത്തിൽ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തെ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് കേരളം രൂപീകൃതമായത് തൊട്ട് ഇവിടെ LDF സ്ഥാനാർത്ഥികൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അതിൽ നിന്നൊരു മാറ്റം ഈ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കാം. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് സത്യമാണ്.